കഞ്ഞിക്കുഴിയിൽ അറിയപ്പെടുന്ന ആശാൻ എന്നറിയപ്പെടുന്ന ഒരു കർഷകനുണ്ട്. അതിൻ്റെ ഒരുപാട് പേർക്ക് അറിയാം. എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്തിയത് കാരണം ആനന്ദൻ ആശാൻ എന്നാണ്. കാരണം ഞങ്ങളുടെ എല്ലാം ആശാനാണ്. ആ ആശാൻ്റെ പരമ്പരാഗത രീതിയിലുള്ള കൃഷി വിശേഷങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. എന്ന് പറഞ്ഞാൽ ആശാന, ഈ പരമ്പരാഗത കൃഷി രീതി, പരമ്പരാഗതമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിനടിസ്ഥാനമായി ആദ്യമേ കുറച്ച് വളപ്രയോഗമുണ്ട്. ആ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണങ്ങിയ ചാണകം ഇടുക. ഉണങ്ങിയ ചാണകം ഇടുന്നതിന് മുമ്പ് മണ്ണിന് ഇതിനകത്തൊരു ഭാരമല്ല, ഒരു ചെറിയ പാത്തി പോലെ എടുത്തിട്ട് അതിനകത്ത് കുമ്മായിട്ട് കൊടുക്കും. കുമ്മായത്തിന്റെ പുറമെ ഉണങ്ങിയ ചാണകപ്പൊടി. അപ്പൊ ഈ ഒരു വരമ്പിങ്ങനെ കാണുന്നതിന് 1.5 ചാക്ക് കോഴിവളവും ഉണങ്ങിയ ചാണകം. ഇതിന് 2 വരമ്പിന് 3 ചാക്ക് ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഓരോ ചാക്ക് കോഴിവളം പിന്നെ കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഓരോ ചാക്ക് കോഴിവളം കൂടി ഇട്ട് അവിടെ നമ്മൾ മൂടിയിട്ട് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് തൈ, ഇവിടുത്തെ ഈ തൈ എൻ്റെ തൈയല്ല, ഇത് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം കുമരകത്തിൻ്റെ തൈയാണ്. അവരൊരു പരീക്ഷണാർത്ഥം കൊണ്ടുവന്ന് തന്നിരിക്കുന്നതാണ്. അത് ഏതാണ്ട് നല്ല വണ്ണമാണ് ഇപ്പം കാഴ്ചയിലുള്ളത്. അതായത് നമുക്ക് വെള്ളക്കെട്ടുണ്ടായാലും ഈ പാവൽ പിടിച്ചു കിട്ടണം, അതാണ് അവരുടെ ഉദ്ദേശവും. അത് ശരിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് ചെയ്തതാണ്. അത് വെള്ളത്തിലായിരുന്നു. അത് നല്ലോണം പിടിച്ച് ഇതിനേക്കാൾ കൂടുതൽ കായും കിട്ടി.